മെസ്സി കേരളത്തിലെത്തില്ല. പൂർണ്ണ ഉത്തരവാദിത്തം സ്പോൺസർക്കെന്ന് കായിക മന്ത്രി. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്കെതിരെ നടപടിയുണ്ടാകും. അഡ്വാൻസ് തുക പോലും നൽകാനാകാത്തത് കേരളത്തിന് അപമാനമായി. സ്പോൺസർമാർ പിൻവലിഞ്ഞതോടെ ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയുടെ നേതൃത്വത്തിൽ അർജന്റീന ടീം ഈ വർഷം കേരളത്തിലെത്താനുള്ള സാധ്യത അടഞ്ഞു. ഇതോടെ സംസ്ഥാന കായിക വകുപ്പ് പ്രതിരോധത്തിലായി. എവിടെയാണ് വീഴ്ച സംഭവിച്ചതെന്ന് മുഖ്യമന്ത്രി റിപ്പോർട്ട് തേടുകയും ചെയ്തതോടെ ഈ സംഭവം വലിയ വാർത്തയാവുകയും ചെയ്തു. അർജന്റീന ഫുട്ബോൾ ടീമും നായകൻ ലയണൽ മെസ്സിയും കേരളത്തിൽ വരാത്തതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം സ്പോൺസർക്കെന്ന് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞതായി 24 ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. മെസ്സിയെ കൊണ്ടുവരുന്നത് സർക്കാരല്ലെന്നും സ്പോൺസറായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്കെതിരെ നടപടിയുണ്ടാകുമെന്നും മന്ത്രി 24നോട് പറഞ്ഞു. റിപ്പോർട്ടർ ടിവിയുടെ MD ആണ് മെസ്സിയെ കൊണ്ടുവരുമെന്ന് പറഞ്ഞതെന്നും വരുന്ന വാർത്തകളെക്കുറിച്ച് തനിക്ക് കൂടുതലായി അറിയില്ലെന്നും മന്ത്രി പറഞ്ഞു. ഇത്രയും തുക മുടക്കി അർജന്റീന ടീമിനെ കൊണ്ടുവരാൻ സർക്കാരിനാകില്ലെന്നും കരാറുണ്ടാക്കിയത് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുമായിട്ടാണെന്നും മന്ത്രി അബ്ദുറഹ്മാൻ പറഞ്ഞു. സർക്കാരിന്റെ കയ്യിൽ ഇത്രയധികം പണമില്ല. സ്പോൺസർഷിപ്പ് അവരുടെ അഭ്യർത്ഥന പ്രകാരം അവർ കൊടുത്തതാണ്. അവരാണ് തീരുമാനിക്കേണ്ടത്. കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇതുവരെ സ്പോൺസർ തന്നോട് ഔദ്യോഗികമായി ഒന്നും വിശദീകരിച്ചിട്ടില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അർജന്റീനിയൻ ടീം പിന്മാറിയതിൽ സ്പോൺസർമാരോട് കായിക വകുപ്പ് വിശദീകരണം തേടിയിട്ടുണ്ട്. മെസ്സിയുടെയും സംഘത്തിന്റെയും വരവ് അനിശ്ചിതത്വത്തിലാക്കിയത് സ്പോൺസർമാരാണെന്നാണ് കായിക വകുപ്പിന്റെ വാദം. ജനുവരിയിൽ പണം നൽകാമെന്നായിരുന്നു സ്പോൺസർമാരുടെ വാഗ്ദാനം. നിശ്ചിത സമയത്തും സ്പോൺസർമാർ തുക നൽകിയില്ലെന്ന് കായിക വകുപ്പ് പറയുന്നു. വിശദീകരണം തേടി കായിക വകുപ്പ് സ്പോൺസർമാർക്ക് കത്തയക്കും. അതിനിടെ കേരളത്തിന് നാണക്കേടാകുന്ന തരത്തിലാണ് ഈ വാർത്ത മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സ്പോർട്സ് സ്റ്റാർ റിപ്പോർട്ട് പ്രകാരം വെറും 30 കോടിയുടെ അഡ്വാൻസ് പോലും കേരളത്തിന് അടയ്ക്കാനായില്ലെന്നാണ്. മാർച്ച് മാസത്തിൽ അർജന്റീനയുമായി കരാർ ഒപ്പിടേണ്ടതായിരുന്നു. അർജന്റീന ടീം കേരളത്തിലെത്താൻ 100 കോടിയാണ് കൊടുക്കേണ്ടിയിരുന്നത്. ഇതിൽ 30% കൊടുത്ത് വേണമായിരുന്നു കരാർ ഒപ്പിടേണ്ടിയിരുന്നതെന്നാണ് സ്പോർട്സ് സ്റ്റാർ റിപ്പോർട്ട്. ആ 30 കോടി നൽകാനായില്ല. ഇതോടെയാണ് കരാർ ഒപ്പിടൽ നടക്കാതെ പോയത്. ഒരു സർക്കാർ വിചാരിച്ചിട്ട് 30 കോടി പോലും അർജന്റീനയ്ക്ക് നൽകാനായില്ലെന്നത് ഫുട്ബോൾ ലോകത്ത് കേരളത്തിന് നാണക്കേടായി മാറി. ഈ സാഹചര്യത്തിൽ ഒക്ടോബറിൽ ചൈനയിൽ പര്യടനം നടത്താൻ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ തീരുമാനിച്ചെന്നാണ് വിവരം. ചൈനയിൽ 2 മത്സരങ്ങൾ മെസ്സിയും സംഘവും കളിക്കും. അർജന്റീനയുടെ 2026 വിദേശ പര്യടന ഷെഡ്യൂളിലും കേരളമില്ല. സ്വർണ്ണ വ്യാപാരികളുടെ സംഘടനയായ ഓൾ കേരള ഗോൾഡ് മെർച്ചന്റ്സ് അസോസിയേഷനെയാണ് അർജന്റീനയുടെ സൗഹൃദ മത്സരത്തിന്റെ സ്പോൺസറാകാൻ സംസ്ഥാന സർക്കാർ ആദ്യം കണ്ടെത്തിയത്. 200 കോടി രൂപ സമാഹരിക്കുകയായിരുന്നു ഓൾ കേരള ഗോൾഡ് മെർച്ചന്റ്സ് അസോസിയേഷന്റെ ലക്ഷ്യം. ഇതിൽ പകുതിയോളം രൂപ അപ്പിയറൻസ് ഫീസായി അർജന്റീന ടീമിന് നൽകേണ്ടി വരുമെന്നായതോടെ പദ്ധതി പാളി. പിന്നീട് പ്രധാന സ്പോൺസർമാരായി സ്വകാര്യ വാർത്താ ചാനലുള്ള റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി വന്നു. എന്നാൽ തുകയുടെ കാര്യത്തിൽ ചലനമുണ്ടായില്ല. തുക അടയ്ക്കുന്നതിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും റിസർവ് ബാങ്കിന്റെയും അനുമതിയും സംസ്ഥാന സർക്കാർ വാങ്ങിക്കൊടുത്തിരുന്നു. കഴിഞ്ഞ ഡിസംബറിൽ കേരളത്തിലെ സ്റ്റേഡിയം സന്ദർശിക്കുമെന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചിരുന്നു. എന്നാൽ പണം കിട്ടാത്തതിനാൽ അവരെത്തിയില്ല. മാർച്ചിലും കരാർ ഒപ്പിടൽ നടക്കാതെ വന്നതോടെ അർജന്റീന ടീം മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ലഭിച്ച ഓഫറുകളിൽ കരാറിലെത്തുകയും ചെയ്തു. കഴിഞ്ഞ വർഷം അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി സ്പെയിനിൽ കായിക മന്ത്രി ചർച്ച നടത്തിയിരുന്നു. തുടർന്നാണ് ഒക്ടോബറിൽ 2 സൗഹൃദ മത്സരം കളിക്കാൻ അർജന്റീന വരുമെന്ന് മന്ത്രി പ്രഖ്യാപിച്ചത്. അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ ഇന്ത്യയിലെ പാർട്ട്ണർമാരായ HSBC ഇന്ത്യയും ഇക്കാര്യം സ്ഥിരീകരിച്ചിരുന്നു. ഇതോടെ കേരളത്തിലെ ആരാധകർ ആവേശത്തിലായിരുന്നു. മുഖ്യമന്ത്രി അടക്കം ഇക്കാര്യം ട്വീറ്റ് ചെയ്തിരുന്നു. പക്ഷേ സ്പോൺസർ പിന്മാറിയതോടെ മെസ്സി അടങ്ങുന്ന അർജന്റീന ടീം കേരളത്തിലേക്ക് വരാനുള്ള സാധ്യത മങ്ങുകയായിരുന്നു. കരാർ പ്രകാരമുള്ള തുക നിശ്ചയിച്ച തീയതി കഴിഞ്ഞ് 3 മാസം പിന്നിട്ടിട്ടും നൽകിയില്ല. ഇതോടെ അർജന്റീന ടീം കേരളം ചുമതലപ്പെടുത്തിയ സ്പോൺസർക്കെതിരെ നിയമ നടപടി ആരംഭിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അർജന്റീന ടീമുമായി നേരിട്ട് ഇടപെട്ട സംസ്ഥാന സർക്കാരിനും സ്പോൺസർ പിന്മാറ്റം അപമാനമായി. കരാർ പ്രകാരമുള്ള തുക സ്പോൺസർ അടച്ചിരുന്നുവെങ്കിൽ ഒക്ടോബറിലോ നവംബറിലോ മെസ്സിയും ടീമും കേരളത്തിൽ കളിക്കുമായിരുന്നു. ഓൾ ഇന്ത്യ ഫുട്ബോൾ അസോസിയേഷൻ വഴി കേരളത്തിനു വേണ്ടി അർജന്റീനയുമായി കരാർ ഉണ്ടാക്കിയ കമ്പനി ഉടമ്പടി എഴുതി 45 ദിവസത്തിനകം അഡ്വാൻസ് നൽകേണ്ടതായിരുന്നു. എന്നാൽ അവസാന തീയതി കഴിഞ്ഞ് 3 മാസം പിന്നിട്ടിട്ടും അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് കരാർ പ്രകാരമുള്ള തുക ലഭിച്ചില്ല. മന്ത്രി വി അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ കേരളം അർജന്റീനയിലെത്തി ഫുട്ബോൾ അസോസിയേഷൻ ഭാരവാഹികളുമായി നേരിട്ട് ചർച്ച നടത്തിയതാണ്. ഉറപ്പുകൾ നൽകിയതാണ്.
അതുകൊണ്ട് തന്നെ മെസ്സിയും സംഘവും പിന്മാറിയ സാഹചര്യം കേരള സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് കോട്ടം തട്ടിക്കുന്നതായി.